ഹലോ മുത്തുമണീസ്. അപ്പോൾ KL സിറ്റിയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതാ കാണുന്നതാണ് എൻ്റെ ബ്രദറിൻ്റെ ബിൽഡിംഗ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ബട്ടു കേവിലേക്കാണ്. ഇന്ന് 2 ഡെസ്റ്റിനേഷനാണുള്ളത്. ഒന്ന് ബട്ടു കേവ്, രണ്ടാമത്തെ ഗെൻറ്റിങ് ഹൈലാൻഡ്. അപ്പോൾ ഞങ്ങൾ നേരെ ബട്ടു കേവിൽ പോയി. അവിടെ ഇഷ്ടം പോലെ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കാണാൻ നല്ല രസമുണ്ട്. അവർക്ക് തീറ്റിട്ട് കൊടുക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ പാടെ കയറി എൻ്റെ മുകളിൽ എത്തണ്ടേ എന്നുള്ളത് ആലോചിച്ചത്. വയ്യാണ്ടാവും. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ കയറിയിട്ടെടുത്തു. നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഇതൊക്കെ പാടെ നമ്മുടെ തലയിൽ വീഴുമെന്നാണ്. നല്ലൊരു ചൈനീസ് ഫാമിലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചൈനീസ് ഫാമിലി ആയിരുന്നു കേട്ടോ. നമ്മളോട് ഭയങ്കര കോപ്പറേറ്റീവായിട്ട് ഫോട്ടോസ് എടുക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നു. മിൻഹാജിന് അവർക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട്. കൂടെ കൂട്ടിയിട്ട് പോയാലടക്കുമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, അത് കാരണം വിട്ടാക്കിയില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങിയടിച്ച് ഐസ്ക്രീമും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി. അവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നമ്മളോടൊക്കെ ഇടപഴകുന്ന പോലെയാണ് അവർ പെരുമാറൽ. ഇതാണ് ഫ്രണ്ട്സ് കേവ് വില്ല. ഇവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി നോക്കട്ടെ. മയിലുകളൊക്കെ നടക്കുന്ന നോക്കും. ഒരു പേടിയില്ലാതെയാണ് പോകുന്നത്. There are many types of Indian dances such as Bharatanatyam, Odissi, Kuchipudi, Manipuri, Kathak. They are all very unique. അവിടെ പിന്നെയും കാണാൻ പറ്റുന്ന ഒന്നാണ് കേവില്ല. അവിടെ ഡാൻസ് പ്രോഗ്രാംസും എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ കുറേ അമ്പലങ്ങളുണ്ട് അതിനകത്ത്. ഫ്രണ്ട്സ് ഇഷ്ടംപോലെ മീനുകളുണ്ട്. കാണുന്നുണ്ടോ എന്തോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഗെൻറ്റിങ് ഹൈലാൻഡിലോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ റേഞ്ച് സ്ഥലമാണ് അത്. നമ്മൾ മൂന്നാർ പോലെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മൂന്നാർ പോലെയൊന്നുമല്ല. അതൊരു കൊച്ചു സിറ്റി തന്നെയാണ്. നല്ല രസമാണ് കാണാൻ. നമുക്ക് റോഡ് മാർഗവും പോവാം. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ കേബിൾ കാറാണ്. ഇക്കയൊക്കെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വോയിസ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഗെൻറ്റിങ് ഹൈലാൻഡിലേക്ക് പോവുകയാണ് ഗൈസ്. അടിപൊളി വ്യൂ ആണ്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടു ഉറക്കം വന്നിട്ടിരിക്കുക. നമുക്ക് അധികം ഇറങ്ങാട്ടാ. ഇങ്ങനെ പോയി ഇറങ്ങുന്ന ഞങ്ങൾ നേരെ അങ്ങനെ ഒരു മോളിലേക്കാണ് കയറിപ്പോയത്. ആ കേബിൾ കാർ നിൽക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് ഉച്ചക്കത്തെ കഴിച്ചത്. ഈ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു കഴിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിക്കാനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ ഫ്രണ്ട്സ്, വലിയ ഫാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നല്ല രസമല്ലേ ഗൈസ്. ഇവിടെ എന്തൊക്കെയോ കോഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ കുടിക്കുന്നതിനൊന്നും യാതൊരു കുറവും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് സ്നാക്സ് എന്തൊക്കെയോ അടിച്ച് കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഒരു കുട്ടിയുണ്ട് കയർമേ തൂങ്ങിയിട്ട്. അവിടെ എത്തിക്കാണേയിരിക്കുമല്ലേ. അതെന്തേലും ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കുണ്ട് ഒരു കുട്ടി ഡൈനോസറിൻ്റെ പുറത്ത്. മിൻഹാജിന് അതിൻ്റെ പുറത്തുനിന്ന് കയറി ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇതാണ് ജുറാസിക് വേൾഡ്. കണ്ടില്ലല്ലോ ഗൈസ്, കണ്ടോളൂ. അവിടെ ആയിട്ട് ഓരോ ഡൈനോസേഴ്സൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സ്ട്രോബെറി ചോക്ലേറ്റിൽ മുക്കിയിട്ട് മാമൻ കൊടുക്കുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചു.
ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പോര ടൈം ഞങ്ങൾക്ക് ഇത് ഫുള്ള് കണ്ടു കഴിയാൻ 2.5 മണിക്കൂർ എങ്ങാണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ടൈം എടുക്കുന്നത് കണ്ടു കഴിയാൻ. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോട്ട് മിസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഈവനിങ് ടൈമിൽ ഞങ്ങൾ ചുമ്മാ ഒരു ടാക്സിയൊക്കെ പിടിച്ച് ഒന്ന് പുറത്ത് കറങ്ങി വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് NU സെൻട്രൽ മോളിലേക്കാണ്. അപ്പോൾ ഒരു ഡ്രൈവർ കിട്ടിയത് ലേഡി ഡ്രൈവറാണ്. അപ്പോൾ ഒക്കെ ചാടി കയറി ഫ്രണ്ടിൽ കയറി ഇരുന്ന്. പിന്നെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ടിരുന്നു ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റിയുടെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ രാത്രി ഇറങ്ങണം. അതാണ് ഒരു രസം. എന്ത് ഭംഗിയാണ് കാണാൻ. ഓരോ ബിൽഡിങ്സിൻ്റെ ലേക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ NU സെൻട്രൽ മോളിലെത്തി. അവിടെ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു, അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ കറങ്ങി കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് കുഞ്ഞോ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു നമുക്ക് മെട്രോയിൽ പോവാന്ന്. ശരി ആയിക്കോട്ടെ എന്ന് വെച്ചിനി. മലേഷ്യയിലെ മെട്രോയിൽ കയറിയില്ല എന്ന് വേണ്ട. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മെട്രോയിൽ കയറാനായിട്ട് നിൽക്കണത്. നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഉണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ കാർഡ് വർക്കാവുന്നില്ല. അതിൻ്റെ റീചാർജ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ രണ്ടാമത് വീണ്ടും റീചാർജ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയതൊരു പള്ളിയുടെ ബാക്കിലായിട്ട് ചെറിയൊരു ഈവനിങ് പാർക്ക് പോലുള്ളൊരു സംഭവമുണ്ട്. ഇത് എന്തിനാന്നറിയില്ല ഗൈസ്, കുറേ ഉള്ളങ്കല്ലുണ്ട്. ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാനായിരിക്കില്ലേ കുറേ നടന്നു വരുമ്പോൾ ക്ഷീണമാകുമ്പോഴേ. അപ്പോൾ ഞങ്ങളിങ്ങനെ സിറ്റിയിലെ റോഡ് സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് മലേഷ്യൻ നൈറ്റ്. ഇത് നമ്മുടെ പാക്കേജിൽ ഇല്ലാത്തതാണ് കേട്ടോ. ഇവിടെ ബ്രദർ ഉള്ളത് കാരണം ഞങ്ങൾ നൈറ്റ് ചുമ്മാ അങ്ങനെ ഇറങ്ങുകയാണെന്ന് മാത്രം. അവിടുത്തെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഇങ്ങനെ റോഡ് സൈഡിലൂടെ സിറ്റിയിലെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോണ്ട് രാത്രി കാലങ്ങളിൽ മാത്രം കാണുന്നൊരു സംഭവമാണിത്. മോട്ടോർ സൈക്കിൾ കുട്ടികൾ, വലിയൊരു കപ്പിൾസ്, ഫാമിലി ആയിട്ട് പോകാൻ വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ അവിടെ ഉണ്ട്. അപ്പം മിൻഹാജിന് അതൊരു ആഗ്രഹം ഓടിച്ചു നോക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് അവസാനം ഞങ്ങൾ അവനെ ആ സൈക്കിളല്ല മോട്ടോർ സൈക്കിൾ കയറ്റി കുറച്ച് റൗണ്ടൊക്കെ അടിച്ച് അവൻ അങ്ങനെ ആശ്വാസഭരിതനായി. അത് കഴിഞ്ഞ് വീണ്ടും നടന്നപ്പോൾ ഉണ്ട് ബണ്ണിച്ചേട്ടൻ. മിൻഹാജിന് അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനും ഷെയ്ക്കാൻ്റെ കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഉന്തിത്തള്ളി വിട്ടാക്കിയതാണ് ഗൈസ്. ഇല്ലാതെ അവൻ സഹകരിക്കില്ല നമ്മളോട്. ഏത് ജോലി ചെയ്യാനും പ്രായം ഒരു വിഷയമല്ലേ ഗൈസ് അവിടെ. അതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ക്ലോക്ക് ടവറിൽ 11 മണിയുടെ മണിയടി ശബ്ദം കേട്ടത്. അപ്പം എന്നാൽ പിന്നെ അതും കൂടെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വെച്ച് വീഡിയോ എടുത്താണ്. 11 മണിയായി.
കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ദേ പച്ചപ്പരവതാനി വിരിച്ചൊരു പറമ്പ്. അവിടെ കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട് ഗൈസ്. അവർക്ക് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പം ഞങ്ങളും അവിടെ കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം, അത് മറക്കാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ മിൻഹാജ് അവിടെയുള്ള പുല്ലൊക്കെ പറിച്ച് എൻ്റെ ക്യാമറയ്ക്ക് എറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. അവനിക്ക് സമയം പോണ്ടേ. അന്നുള്ള ക്ലീനിങ് അത് മുഖ്യം ബിഗ്ലി കണ്ടോ. 11 മണി കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലാണ് കയറി. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി സുഖമായി കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് വരാം. ബൈ.